പുതിയ വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഹംസ, ഈ ഒരു സ്ഥാനലബ്ധിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വഖഫ് ബോർഡ് ചെയർമാനായി വരിക എന്നത് അങ്ങനെ പ്രതീക്ഷിച്ചൊരു സംഗതി ആയിരുന്നില്ല. കൃത്യമായി പറഞ്ഞ് ഇന്നലെ പള്ളിയിൽ ജുമാ നമസ്കരിച്ച് കഴിയുമ്പോൾ ഫോൺ നോക്കിയപ്പോൾ കുറേ സൈലൻ്റ് ആയതുകൊണ്ട് കുറേ കോൾ വരുന്നുണ്ട്. നോക്കുമ്പോഴാണ് എന്നെ അവർ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. തിരിച്ച് വിളിച്ചപ്പോഴാണ് നിങ്ങളെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ, എങ്കിൽ ഇങ്ങനെ വഖഫ് ബോർഡിലേക്ക് പരിഗണിക്കുന്നുണ്ട്, ബയോഡാറ്റ കിട്ടണമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോഴാണ് അറിയുന്നത്. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പോസ്റ്റിലേക്കാണ് കയറി ചെല്ലാൻ പോകുന്നത് എന്നർത്ഥം. അല്ല, കേരളത്തിലെ വഖഫ് ബോർഡ് ചെയർമാൻ എന്നുള്ളത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. പ്രത്യേകിച്ച് AP, EK വിഭാഗങ്ങൾ തമ്മിലുള്ള മഹല്ലുകളിലെ അധികാര തർക്കങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, പലതരം തർക്കങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് വഖഫ് ബോർഡ്. ആ പദവിയിലേക്ക് നേരത്തെ മുസ്ലിം ലീഗുകാരനായിരുന്ന താങ്കൾ വരുമ്പോൾ വലിയ പ്രാധാന്യമുണ്ട്, കുറച്ച് പ്രാധാന്യം വർദ്ധിക്കുകയാണ്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ആ പദവി കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ വിഷയം ഇടതുപക്ഷ മുന്നണി നോക്കി മനസ്സിലാക്കി കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മുസ്ലിം സംഘടനകളുമായി നല്ല ബന്ധമുണ്ട്. മുസ്ലിങ്ങളുടെ ധാരാളം അവാന്തര വിഭാഗങ്ങളുണ്ടല്ലോ, ഇവരുമായൊക്കെ നല്ല ബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. AP വിഭാഗം സമസ്തയും EK വിഭാഗത്തിൻ്റെ സമസ്തയും, അതുപോലെ സംസ്ഥാന എന്ന് പറഞ്ഞ് വേറൊരു സംഘടനയുണ്ട്. തെക്കൻ കേരളത്തിൽ ജമിയത്തുൽ ഉലമ വേറെയുണ്ട്, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുണ്ട്. ഇതൊക്കെ സുന്നി സംഘടനകൾ തന്നെയാണ്. മുജാഹിദ് വിഭാഗം തന്നെ 2-3 തരമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, വേറെയുണ്ട്. ഒരുപാട് സംഘടനകൾ, സാമുദായിക സംഘടനകൾ തന്നെ ഒരുപാടുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ. എന്നാൽ ഇതൊക്കെ ശാഖാപരമായ ഭിന്നതകൾ മാത്രം വെച്ച് പുലർത്തുന്ന സംഘടനകളാണ്. മൗലികമായ മറ്റു മാറ്റങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. പക്ഷേ ആ സംഘടനകളെയൊക്കെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. കേരളത്തിൽ 50,000-ത്തിലധികം വഖഫ് പ്രോപ്പർട്ടീസ് ഉണ്ട് കേരളത്തിൽ. അത് 37,000-40,000-ത്തോളം ഏക്കർ വരും. ഇതിലധികം നഗര വസ്തുക്കളും കൂടിയാണ് ഇതിനകത്തുള്ളത്. ഇതൊരു വലിയ സംഗതിയാണത്. അപ്പോൾ സ്വാഭാവികമായും വിവിധ അവാന്തര വിഭാഗങ്ങൾ ഉൾപ്പെട്ട ആളുകളുടെ ഉണ്ടാവുകയും അവരിൽ അവരോഹണങ്ങൾ നടക്കുകയും വിതർക്കങ്ങൾക്ക് വിഷയീഭവിക്കുകയും ചെയ്യുന്നത് ഉണ്ടല്ലോ. അതുകൊണ്ട് അത്തരം സംഗതികളൊക്കെ തന്നെ ഒരു അനുരഞ്ജനത്തിൻ്റെ മാർഗം അവലംബിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് സാധിക്കും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ ഒരു പദവി ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ലഭിക്കുമ്പോൾ താങ്കൾക്ക് അതിനകത്ത് രാഷ്ട്രീയമായ വല്ല ഉത്തരവാദിത്തങ്ങളും CPM ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ചിലത് ഈ സമയത്ത് ചെയ്യാനുണ്ട്. എന്നോട് ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി പറഞ്ഞിരുന്നു. ഈ സമയത്ത് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പാർട്ടിയെ അങ്ങോട്ട് അറിയിച്ചതാണ്. അപ്പോഴായിരിക്കണം പാർട്ടി എന്നാൽ വേറൊരു ചുമതല ഏൽപ്പിച്ചത്. അങ്ങനെ ഞാൻ കണക്കാക്കുകയാണ്. ഈ സമയത്ത് ചെയ്യണമെന്ന് കണക്കാക്കുന്നത്. ധാരാളം വിഷയങ്ങൾ സമുദായങ്ങൾ തമ്മിലുണ്ട്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുണ്ട്. എന്തൊക്കെ തെറ്റിദ്ധാരണയാണ്? ഈ അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിങ്ങളെ തന്നെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ടല്ലോ. അതൊക്കെ മാറ്റി ഒരു സൗഹൃദ അന്തരീക്ഷം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ അവാന്തര വിഭാഗങ്ങൾ തമ്മിലൊരു സൗഹൃദ മണ്ഡലം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഓരോന്ന് നോക്കി മനസ്സിലാക്കി അത് പരിഹാരം കണ്ടെത്തേണ്ടത്. അങ്ങനെ ആയിരിക്കണം. അതിനെനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ മുസ്ലിം ലീഗ് ഭരണപക്ഷത്താവുമ്പോഴും പ്രതിപക്ഷത്താവുമ്പോഴും വഖഫ് ബോർഡിൽ അവർക്ക് എല്ലാ കാലത്തും സ്വാധീനം ഉണ്ടാവാറുണ്ട്. പുതിയ വഖഫ് ഭേദഗതി നിയമനത്തിന് ശേഷം ഈ മുത്തവല്ലിമാരുടെ കോട്ടയിൽ നിന്ന് വരാറുള്ള ആളുകൾ, പ്രത്യേകിച്ച് MC മൈൻ ഹാജി, AK സൈനുദ്ദീൻ, ഇവരൊന്നും ഇത്തവണ വഖഫ് ബോർഡിലില്ല. ഒപ്പം തന്നെ CPM നോമിനേറ്റ് ചെയ്ത ആളുകളെല്ലാം തന്നെ പ്രത്യേകിച്ച് പാർട്ടി ബന്ധമുള്ള ആളുകളാണ്. ഇപ്പോൾ മുക്കം ഉമർ ഫൈസിയെ പോലെ, അഡ്വക്കേറ്റ് PU അലിയെ പോലെ 2 പേര് സമസ്തയുടെയും AP വിഭാഗത്തിൻ്റെയും പ്രതിനിധികളുണ്ട്. മറ്റ് മുസ്ലിം സംഘടനകൾക്കൊന്നും നിലവിൽ പ്രാതിനിധ്യം കാണുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ താങ്കളുടെ ഒരു വഖഫ് ബോർഡ് ചെയർമാൻ എന്നുള്ള പദവി അതൊരു പക്ഷേ UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കുറച്ചും കൂടിയും ശത്രുതാപരമായി കണ്ടേക്കാം. അതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. മുസ്ലിം ലീഗ് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ. പക്ഷേ അവർക്ക് വഖഫുമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നും അവകാശപ്പെടാനുള്ളതില്ല. വഖഫിൻ്റെ അവകാശം ആരൊക്കെയാണ്? അതിൻ്റെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന സാമുദായിക സംഘടനകൾക്കാണ് വഖഫിൻ്റെ അവകാശവാദമുള്ളത്. അപ്പോൾ സമസ്തയാണ് ഒന്ന്, അതുപോലെ AP വിഭാഗം സമസ്തയുണ്ട്, അല്ലെങ്കിൽ നദ്വത്ത് മുജാഹിദ് സംഘടനകളുടെ വിവിധ മുജാഹിദ് സംഘടനകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമികൾ, അവർക്കൊക്കെ വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. സാമുദായിക സംഘടനകൾക്കാണ് വഖഫുള്ളത്. അവരാണ് വഖഫിൽ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്, അവരോടാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്.
ആ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഈ സമുദായ സംഘടനകളുമായി ബന്ധം കണ്ടേക്കാം. അങ്ങനെ വന്നാൽ അതുവഴി മാത്രമാണ് അവർക്ക് വഖഫുമായി കണക്ഷൻ ഉള്ളത്. അതായത് ഡയറക്റ്റ് വഖഫുമായി രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. വേറെയും രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, വെൽഫെയർ പാർട്ടി ഉണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിഗണിക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയുണ്ട്, രാഷ്ട്രീയ പാർട്ടിയാണ്. അതുപോലെ SDPI ഉണ്ട്, രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം സംഘടന വേറെയും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളും വഖഫുമായി ശരിക്ക് ബന്ധമില്ല. അത് ബന്ധമുണ്ടാവാൻ പാടുള്ളതും അല്ല ശരിക്ക്. അല്ല, പാണക്കാട് സാദിഖലി തങ്ങളെ പോലെ നിരവധി പള്ളികളിലെ കാളിമാരും അതിന് വഖഫ് സ്വത്തുക്കളുടെ സൂക്ഷിപ്പ് ചുമതലയുള്ള ആളുകൾ ആ പാർട്ടിയുടെ തലപ്പത്തുണ്ട്. ഉണ്ടല്ലോ. എന്താ കാരണം? അവർക്ക് സമസ്തയായി ബന്ധമുണ്ട്. സമസ്തയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ ശരിക്ക്. അങ്ങനെ സമസ്തയുമായി ബന്ധമുള്ളത് കൊണ്ട് ഇതിൻ്റെ അവകാശികളായി മാറി. അതല്ലാതെ ഇതിനു മുമ്പ് മുസ്ലിം ലീഗിൻ്റെ വേറെ നേതാക്കളുണ്ടായിട്ടുണ്ട്. സുലൈമാൻ സൈഡ് സാഹിബ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മൂപ്പര് വഖഫ് ബോർഡ് ചെയർമാനായി എന്നല്ലാതെ വഖഫ് പ്രോപ്പർട്ടിയുമായി ലീഗിനുള്ള ആ ബന്ധത്തിൽ മൂപ്പര് ആളല്ല. മൂപ്പര് വേറെ രീതിയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടയാളാണ്. ഇവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ സമസ്തയുമായി നിരന്തരം ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം അവർക്കുണ്ട്. അത് വെച്ചു ആ സമസ്തയുമായ ബന്ധത്തിലാണ് വഖഫുമായി അവർക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. അല്ലാതെ അവരുടെ രാഷ്ട്രീയ ലൈനുമായി കണക്ട് ചെയ്തല്ല വഖഫ് വരുന്നത്. ഇപ്പോൾ താങ്കളുടെ സ്ഥാനലബ്ധി ഈ സമസ്തയ്ക്ക് നൽകിയ ഒരു പദവിയാണെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് സമസ്തയുടെ കുണിയ സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ട ഒരു ആളാണ് താങ്കൾ. PK കുഞ്ഞാലിക്കുട്ടിക്കും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട VD സതീശന് അടക്കമുള്ള ആളുകൾക്കൊപ്പം താങ്കൾക്കും അവർ വേദി നൽകി. താങ്കൾ ഒരു സമസ്തക്കാരനായിട്ട് അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. ഇതൊരു സമസ്തയ്ക്കുള്ള ഒരു പദവിയായിട്ട് ചിലർ വിലയിരുത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുള്ളത്? സമസ്തയ്ക്കുള്ളൊരു പദവിയല്ല ഇത്. ഞാനൊരു സമസ്തക്കാരനാണ്, അതിൽ സംശയമൊന്നുമില്ല. കുറേ കാലങ്ങളായിട്ട് ഞാൻ നിന്ന് വരുന്നതാണ്. പക്ഷേ ഇത് സമസ്തയ്ക്കുള്ളൊരു പദവിയല്ല. ഇത് ഇടത് ജനാധിപത്യ മുന്നണി വളരെ കാലക്കൂട്ടി മനസ്സിലാക്കി നാട്ടിലുള്ള സാമുദായിക സംഘടനകളുമായി അടുപ്പമുണ്ടാക്കുകയും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിധാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സമുദായങ്ങളുടെ അവാന്തര വിഭാഗങ്ങളുടെ വിധാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അതിനാര് നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് അവർ പഠിച്ചതിൻ്റെ പേരിലായിരിക്കണം എൻ്റെ നിയോഗം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാതെ സമസ്തയ്ക്കുള്ള ഒരു പദവിയല്ല. ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് വ്യക്തിപരമായി ഞാനൊരു സമസ്തക്കാരനാവാം. പക്ഷേ പദവിയിലിരിക്കുമ്പോൾ വഖഫ് ബോർഡ് ചെയർമാന് ആ പദവിയില്ല. വഖഫ് ബോർഡ് ചെയർമാനിൽ നിന്ന് എല്ലാ അവാന്തര വിഭാഗങ്ങളിലേക്കും ഒരേ ദൂരമാണുള്ളത്. ആക്സസ് എല്ലാവർക്കും ഒരുപോലെയാണ്. നീതി നിർവഹണവും നീതിയാണ് നിർവഹണത്തിൻ്റെ പ്രധാനമായ കാരണം. അതുകൊണ്ട് നീതി നിർവഹണത്തിൽ ആർക്കും ഒരു ആശങ്കയ്ക്കും ഇട നൽകുകയില്ല. വഖഫ് ബോർഡ് ചെയർമാന് ഈ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനൊരു സമസ്തക്കാരനാവാം, പക്ഷേ വഖഫ് ബോർഡ് ചെയർമാന് അതില്ല. വഖഫ് ബോർഡ് ചെയർമാൻ കേരളത്തിലെ എല്ലാ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മുഴുവൻ അവാന്തര വിഭാഗങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പോസ്റ്റാണ്. ഞാനല്ലാതെ വേറെ ആരെങ്കിലും എടുത്താലും അവർക്കൊക്കെ ഒന്നുകിൽ സ്വകാര്യമായ രാഷ്ട്രീയമുണ്ടാകാം, സ്വകാര്യമായ മതസംഘടന ഉണ്ടാകാം, ആർക്കും ഉണ്ടാകുമല്ലോ. അത് അവരുടെ സ്വകാര്യമായ കാര്യങ്ങളുമാണ്. പക്ഷേ പൊതുവെ വഖഫ് ബോർഡ് ചെയർമാൻ ആ പോസ്റ്റില്ല. താങ്കൾ ഈ പദവി ലഭിച്ചതിന് ശേഷം താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ആഹ്ലാദം പങ്കിടുന്നത് കണ്ടു. പക്ഷേ മുസ്ലിം ലീഗിൽ നിന്ന് വന്നതിന് ശേഷം താങ്കൾക്ക് പൊന്നാനിയിൽ മത്സരിക്കാൻ CPM അവസരം നൽകി. അവിടെ താങ്കൾ പരാജയപ്പെട്ടു. എന്നിട്ടും താങ്കളെ പാർട്ടി കൈവിടുന്നില്ല. വീണ്ടും താങ്കൾക്ക് വഖഫ് ബോർഡ് ചെയർമാൻ എന്ന് പറയുന്ന ഒരുപക്ഷെ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ട് സീറ്റ് താങ്കൾക്ക് നൽകി. അത് ആ ഒരു സ്ഥാനലബ്ധി എങ്ങനെ കാണും? ഞാൻ ആഹ്ലാദം പങ്കിട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുക്കുന്നത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യമാണ് ഞാൻ അതിനകത്ത് പ്രകടിപ്പിച്ചത്. ആ ഫോട്ടോ ഒത്തിരി ആഹ്ലാദത്തിൻ്റെ ഒരു ഫോട്ടോ അതിനകത്ത് വന്ന് കയറി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആഹ്ലാദം പങ്കിട്ടതല്ല. മറിച്ച് ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. മുസ്ലിം ലീഗിൽ ഇങ്ങനെ ആളുകൾക്ക് ഈ ഉത്തരവാദിത്തം കൊടുക്കലുണ്ടോ എന്ന് സംശയമാണ്. അവർ കാര്യങ്ങൾ എങ്ങനെ നിർവഹിച്ചെടുക്കും എന്ന് ആ ഒരു മലക്ക എന്ന് വേണമെങ്കിൽ അറിവിൽ പറയാം. ആ ഒരു ശേഷിയല്ല അവർ പലപ്പോഴും പരിഗണിക്കാറുള്ളത്. അവർ മറ്റ് പല കാര്യങ്ങളും നോക്കിയാണ് ഈ സ്ഥാനമാനങ്ങളൊക്കെ പങ്കുവെച്ച് അപ്പം പങ്കുവെക്കുന്നത് പോലെ ഓഹരി വെച്ച് കൊടുക്കാറുള്ളത്. മറ്റ് പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ്. ഇവിടെ അതല്ല. ഇടതുപക്ഷ മുന്നണി മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ വഖഫ് സംബന്ധമായ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വ്യക്തമായി പഠിച്ചാണ് ഇങ്ങനൊരു നിയോഗം നടത്തിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വഖഫ് ബോർഡിൻ്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഒരുപക്ഷെ വഖഫ് സ്വത്തുക്കളെല്ലാം തന്നെ അന്യാധീനപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ളൊരു ഘട്ടത്തിൽ ഈ പദവിയിലിരുന്ന് താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ് കരുതുന്നത്?
പുതിയ വഖഫ് ഭേദഗതിയുടെ ഭാഗമായി രൂപം കൊണ്ട ഒരു ബോർഡുണ്ട്, വഖഫ് ബോർഡ്. ഈ ബോർഡിൽ അംഗങ്ങളായി ഞങ്ങൾ ഇരിക്കാൻ പോകുന്നേ ഉള്ളൂ. ബോർഡിലെ അംഗങ്ങളുമായി കൂട്ടി അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പുതിയ വെല്ലുവിളികളെ ഏത് രീതിയിൽ അതിജയിക്കണം എന്നതിനെക്കുറിച്ച് വിശാലമായൊരു കാഴ്ചപ്പാട് ആദ്യം ഉണ്ടാക്കിയെടുക്കും. അത് ആർക്കും മുറിവേൽക്കാത്ത രീതിയിൽ മറ്റ് ഇതര ഭാഗത്തുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നതിനെക്കുറിച്ച് ഞങ്ങൾ വിശാലമായി ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചർച്ചയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വിഷയീഭവിക്കാനുണ്ട്. താങ്കൾ ചോദിച്ചതുപോലെ തന്നെ വിഷയീഭവിക്കാനുണ്ട്. ഒരുപാട് ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്. വേറെ ചില ഭൂമികളൊക്കെ നാമമാത്രമായ വാടകയ്ക്ക് ആളുകൾ കൈവശം വെച്ച് അങ്ങനെ നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ വഖഫിൻ്റെ നഷ്ടങ്ങളാണ്. വഖഫ് ഭൂമിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും അത് അന്യാധീനപ്പെട്ട ഭൂമി എങ്ങനെ പിടിച്ചെടുക്കണം എന്നുള്ളത് രാജ്യത്ത് നിലവിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ വഴികൾ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരു ടീമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ മുനമ്പം ഭൂമിയുടെ പശ്ചാത്തലത്തിൽ വഖഫ് ബോർഡ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. വഖഫ് ബോർഡിനെതിരെ വലിയ അറ്റാക്ക് ഈ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുനമ്പം വിഷയം താങ്കൾ പഠിച്ചിട്ടുണ്ടോ? അതിലെന്തായിരിക്കും നിലപാട്? മുനമ്പം വിഷയം ഭാഗികമായി മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് ഫാറൂഖ് കോളേജിന് വഖഫ് ചെയ്തൊരു ഭൂമിയായിരുന്നു, സേട്ട് വഖഫ് ചെയ്ത ഭൂമിയായിരുന്നു. ബഹുമാനായ സീതി സാഹിബായിരുന്നു അതിന് മധ്യസ്ഥം വഹിച്ചിരുന്ന വഖഫ് നമുക്ക്. ആ കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ളതുമാണ്. ആ ആധാരവും ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഫാറൂഖ് കോളേജിൻ്റെ വഖഫ് സ്വത്തായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് അത് നടന്ന നടപടിക്രമങ്ങളൊക്കെ വഖഫ് നിയമങ്ങൾക്കെതിരാണ്. രാജ്യത്ത് നിലവിലുള്ള സിവിൽ നിയമങ്ങൾക്കും അത് എതിരായിരുന്നു. ആ രീതിയിലാണ് അവർ ആ ഭൂമി വേറൊരു പവർ ഓഫ് അറ്റോർണി വെച്ചു. അത് വേറെ ആൾക്ക് വിൽക്കാനിട കൊടുത്തു. വിറ്റത് എത്ര പൈസ കിട്ടിയെന്നറിയില്ല. അതിനകത്ത് സുതാര്യതയില്ല. ആ വിൽപ്പന തന്നെ വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ലാത്തതാണ്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് എന്നാൽ നിലവിൽ ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലൊക്കെ ചില കേസുകൾ അതുമായി നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വിധികളും ആ കേസിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണവും ഒന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു നിയമപരമായ മറുപടി നൽകുന്നതാണ്. ഇപ്പോൾ അടുത്തതൊരു UDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായും വഖഫ് ബോർഡും ഒരു സർക്കാരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ വഖഫ് ബോർഡിൽ UDFനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ ഒരു സ്വാധീനവുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത്തരമൊരു സാഹചര്യത്തെ താങ്കൾ ആശങ്കയോടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? പുതിയ നിയമത്തിനനുസരിച്ച് ബോർഡ് രൂപവൽക്കരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനങ്ങനെ മാറ്റാൻ കഴിയില്ല. പിന്നെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റിന് രാഷ്ട്രീയമല്ല, അത് വസ്തുതാപരമാണ്. എന്താണ് വസ്തുത, വിഷയം എന്താണ് എന്നതനുസരിച്ച് കോൺഫ്ലിക്റ്റിന് സാധ്യതയുള്ളൂ. ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ, വഖഫ് ഭൂമി സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്, രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. മുസ്ലിം ലീഗിന് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. മുസ്ലിം ലീഗിന് വഖഫ് ഭൂമിയായിട്ട് ഒരു ബന്ധവുമില്ല, പാർട്ടി എന്ന നിലക്ക് ബന്ധമില്ല. പക്ഷേ മുസ്ലിം ലീഗിലെ അംഗങ്ങൾ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാകും, അവർക്ക് അതിലൂടെ ബന്ധമുണ്ടാകും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് അതിനകത്ത് നേതൃത്വ മുജാഹിദിൻ്റെ ആളുകളുണ്ട് മുസ്ലിം ലീഗിൽ. അവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചില വഖഫ് ഭൂമിയായിട്ട് ബന്ധം കാണാം. അതിനകത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളുണ്ടാവാം. അവർക്ക് സുന്നത്ത് ജമാഅത്തിലെ ചില സംഘടനകളോ ചില ട്രസ്റ്റുകളോ ബന്ധപ്പെട്ടുള്ള ചില വഖഫ് ഭൂമിയുമായി കണക്ഷൻ ഉണ്ടാകാം. അത് സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ടാണ് വഖഫ് കിടക്കുന്നത്. അതുകൊണ്ട് ലീഗ് അപ്പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ, ഒന്നാമതായി പറയട്ടെ, LDF തന്നെയാണ് അധികാരത്തിലേക്ക് വീണ്ടും വരുള്ളൂ. UDF വരാനുള്ള സാധ്യത ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ തീരെ അവസരമില്ല, സാധ്യതയില്ലാത്തൊരു സംഗതിയാണ്. ഇത് വരികയാണെങ്കിൽ തന്നെ ലീഗുമായി കോൺഫ്ലിക്റ്റിനുള്ളൊരു വിഷയം ഇതിനകത്തില്ല. ലീഗുമായി കോൺഫ്ലിക്റ്റിന് വിഷയമില്ലാത്തത് സാമുദായിക സംഘടനകളാണ് വഖഫ് ഭൂമിയുടെ കസ്റ്റോഡിയനുള്ളത് എന്നതുകൊണ്ടാണ്. ഇനി സാധ്യതയില്ലാത്ത വേറെ വളഞ്ഞ വഴിയിലൂടെ ഒരു കോൺഫ്ലിക്റ്റിന് വരികയാണെങ്കിൽ രാജ്യത്ത് നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ, ആ നിയമങ്ങൾ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണല്ലോ. അത്രമാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ വഖഫ് ബോർഡിൻ്റെ സിറ്റിങ്ങുകൾ അതൊരു അർദ്ധ ജുഡീഷ്യൽ പദവിയുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷേ ഒരു ജുഡീഷ്യൽ നിലവാരത്തിലല്ല അത് നടക്കുന്നതെന്നും ഒരു ബഹളമയമായ അന്തരീക്ഷമാണെന്നും ഒരു നിലവാരമില്ല എന്നൊരു വിമർശനം പൊതുവെ അത് നിരീക്ഷിക്കുന്ന ഒരു പങ്കുവെക്കാറുണ്ട്. താങ്കൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാനാണോ? ഏത് രീതിയിലുള്ള ഒരു വഖഫ് ബോർഡിൻ്റെ ആക്ടിവിറ്റി ആയിരിക്കും സിറ്റിങ്ങുകളിലുണ്ടാവുക? ഒന്നാമത്, ഈ ബോർഡ് അംഗങ്ങൾക്കും ചെയർമാനായാലും ബോർഡ് അംഗങ്ങളായാലും ഒക്കെ തന്നെ ഒരു ലീഗൽ സെൻസ് ഉണ്ടാവണം. ഇത് ഫയൽ ആദ്യമായി പഠിക്കണം. ഫയൽ നന്നായി പഠിച്ച് ബോർഡ് അംഗങ്ങൾ പരസ്പരം അതിനെക്കുറിച്ച് ധാരണയുണ്ടാക്കി കഴിഞ്ഞാൽ ആ വിഷയം തീരും. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് അങ്ങനെ ദുർഗന്ധം വമിക്കാവുന്ന ഒരു വാർത്തകളോ മറ്റോ വരാൻ ഒരു സാധ്യതയും ഇല്ല. വിഷയത്തെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ കാതലിലേക്ക് ഇറങ്ങി വരാൻ പറ്റാത്തത് കൊണ്ടാണ് അതങ്ങനെയൊക്കെ വന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വരാൻ പോകുന്ന ബോർഡിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല.